സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ച് വീടും പണിയാൻ പറ്റും നിങ്ങൾക്കറിയോ? ഫാക്ടറി, വെയർഹൗസ്, സ്റ്റേഡിയം, ഓഡിറ്റോറിയം, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്. അപ്പൊ ഇത്രയും വലിയ ബിൽഡിങ്സ് എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ നിർമ്മിക്കുന്നത്? അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം സ്റ്റീൽ സ്ട്രക്ചർ എന്താണെന്ന് അറിയണം. അപ്പൊ അതെങ്ങനെയാ നോക്കിയാലോ? സാധാരണ നമ്മൾ വീടുകൾ നിർമ്മിക്കുന്നത് കോൺക്രീറ്റ്, ബ്രിക്ക്, സ്റ്റീൽ റോഡൊക്കെ ഉപയോഗിച്ചാണ്. പക്ഷെ വലിയ ഫാക്ടറി, വെയർഹൗസ്, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്, ഓഡിറ്റോറിയം, സ്റ്റേഡിയം എന്നിവ മാത്രമല്ല വീടുകളും സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങളിൽ സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിക്കുന്നതിലൂടെ നിർമ്മാണ സമയം കുറയ്ക്കാനും ഭാവിയിലെ എക്സ്പാൻഷൻ എളുപ്പമാക്കാനും സാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റീൽ സ്ട്രക്ചർ എന്നാൽ എന്താണ്? സ്റ്റീൽ കോളംസ്, സ്റ്റീൽ ബീംസ്, സ്റ്റീൽ ട്രസ്സസ് ഒക്കെ ചേർത്ത് ആദ്യം ഒരു ശക്തമായ സ്കെൽട്ടൺ നിർമ്മിക്കും. ഈ മനുഷ്യന്റെ ശരീരത്തിന് സ്കെൽട്ടൺ ഉള്ളതുപോലെ ബിൽഡിംഗിന്റെ സ്കെൽട്ടൺ ആണ് സ്റ്റീൽ സ്ട്രക്ചർ. ഈ സ്റ്റീൽ സ്ട്രക്ചറിന് മുകളിലാണ് റൂഫ്, വാൾ, ക്ലാഡിംഗ് ഒക്കെ സ്ഥാപിച്ച് ബിൽഡിംഗ് പൂർത്തിയാക്കുന്നത്. ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്സ് ആയാലും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് ആയാലും റെസിഡൻഷ്യൽ ഹോംസ് ആയാലും സ്റ്റീൽ സ്ട്രക്ചറിന് പല തരത്തിലുള്ള കൺസ്ട്രക്ഷനുകളിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൂവൺ കൺസ്ട്രക്ഷൻ മെത്തേഡാണ്. അപ്പൊ ഇത് സ്റ്റീൽ സ്ട്രക്ചറിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പൊ ഇനി ഇതിന്റെ വർക്കിംഗ്, അഡ്വാൻറ്റേജസ്, പാർട്സ്, കൺസ്ട്രക്ഷൻ പ്രോസസ് എല്ലാം ഓരോ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഇനി സ്റ്റീൽ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോമെന്റ് ചെയ്യൂ, DM ചെയ്യൂ, അല്ലെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. സ്റ്റീൽ സ്ട്രക്ചറിനെ കുറിച്ച് A to Z അറിയാൻ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.